ഡെയിലി ലൈഫിൽ സാധാരണ സംസാരിക്കുമ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് ആണ്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഇംഗ്ലീഷ് ഫ്രേസസ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രാക്ടീസ് കിട്ടും. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിൽ നമ്മളെല്ലാവരും ഫ്ലുവൻ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ഫ്രേസസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുകയും ചെയ്യാം. പതുക്കെ ആണെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള പേടിയൊക്കെ നമുക്ക് മാറി നല്ല കോൺഫിഡൻസ് ഒക്കെ ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ സിമ്പിൾ ഫ്രേസസ് നമുക്കൊന്ന് പഠിച്ചാലോ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണരുത്. ഈ ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടൊരു നോട്ട്ബുക്ക് വേണം. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നോക്കണം. അല്ല, ഇതിനെന്തായിരുന്നു മിസ് പഠിപ്പിച്ചത് ഇംഗ്ലീഷിൽ പറയാനായിട്ട്, എന്തോ ഒരു സെൻറ്റൻസ് ഞാനന്ന് പഠിച്ചായിരുന്നല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സമയത്ത് ഒന്ന് തിരിച്ച് നോക്കണമെങ്കിൽ ഒരു നോട്ട്ബുക്ക് ഉള്ളത് വളരെ നല്ലതാണ്. ആൻഡ് ആസ് ഐ ഓൾവേസ് സേ, നമ്മൾ എഴുതി ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചും കേട്ടും പഠിക്കുന്നതിനെക്കാട്ടും 10 ടൈംസ് കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ അത് കയറും. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ജസ്റ്റ് നോട്ട് വാട്ട് ഐ സേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന സെൻറ്റൻസ് ആണ് ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ഓഫീസിൽ ഒരാൾ പറയുന്നു, എടാ നമുക്ക് നാളത്തേക്കൊരു മീറ്റിംഗ് വെച്ചാലോ സ്റ്റാഫിൻ്റെ. അപ്പം നമ്മൾ പറയാം ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാനൊന്ന് ആലോചിക്കട്ടെ. നമുക്കിങ്ങനെ പറയാം, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. കണ്ടോ, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് എന്നല്ല, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ ലെറ്റ് മീ എന്നുള്ളത് ഒരുമിച്ച് പറയാം. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കട്ടെ. ഇപ്പം നമ്മളോടൊരു കാര്യം ചോദിക്കുകയാണ്, ഈ ഒരു ഡിസൈൻ നമ്മൾ നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് സിനിമയ്ക്ക് പോയാലോ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്തിനെങ്കിലും കുറിച്ച് ഒന്ന് ആലോചിക്കട്ടെ, ഒന്നുകൂടി ചിന്തിക്കട്ടെ, എനിക്ക് കുറച്ച് ചിന്തിക്കാൻ സമയം വേണം എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയാം. ഇനി സെക്കൻഡ് ഫ്രേസ് ആണ്, ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല, അതിന് നമ്മൾ എന്തായിരിക്കും ഇംഗ്ലീഷിൽ പറയുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എടാ അവൻ റിസൈൻ ചെയ്തു. എടാ ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്. ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്. അതായത് അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഞാൻ ഊഹിച്ചില്ല എന്നുള്ള അർത്ഥത്തിൽ ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്. ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ട് ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാം. ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. അൺഎക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ എന്താ? എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നത്, അതായത് പ്രതീക്ഷിക്കാതിരുന്നത്. സോ ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. ഒന്നുകിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബെറ്റർ വേർഷൻ ഓൾവേസ് ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ് എന്നുള്ളതാണ്. കുറച്ചുകൂടി കാഷ്വൽ, കുറച്ചുകൂടി നാച്ചുറൽ സൗണ്ടിങ്. എന്ന് വെച്ചാൽ നോർമലി നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നൊരു ഫ്രേസ് ആണ്. കുറച്ച് നാച്ചുറൽ സൗണ്ടിങ് ആയിരിക്കും. സോ ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്. ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്. അതല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ് എന്ന് വളരെ ഫോമലായിട്ട് നിങ്ങൾക്ക് പറയാം. അതിനും പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചില്ല, നല്ല വെയിലായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു, പെട്ടെന്നാണ് മഴ പെയ്തത്. അപ്പോൾ നമ്മൾ ആ മഴ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്. ഞാൻ അങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല, അല്ലെങ്കിൽ ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് വന്ന് പറയാണ്, എടാ നമ്മുടെ 2 ഫ്രണ്ട്സിന് ആക്സിഡൻറ്റ് പറ്റി. അപ്പം നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലേ? ആക്സിഡൻറ്റ് പറ്റും നമ്മൾ എക്സ്പെക്റ്റേ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പറയും ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സംഭവിക്കുമെന്ന് കരുതിയില്ല, അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഐ ഡിഡ്ന്റ് സീ ദാറ്റ് കമ്മിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാം. ഇനി അടുത്ത ഫ്രേസ്, പറയുന്ന അത്ര എളുപ്പമല്ല ചെയ്യാൻ. നമ്മൾ പറയത്തില്ലേ, നമ്മളിപ്പം ഓരോരുത്തർ നമ്മൾ ഉപദേശിക്കാൻ വരുമ്പോൾ ഈ പറയുന്ന അത്ര എളുപ്പമല്ല ചെയ്യാൻ നമ്മൾ പറയില്ലേ, പറയാൻ എളുപ്പമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, പറയാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ഇംഗ്ലീഷ് ഫ്രേസ് യൂസ് ചെയ്യാം? നമുക്ക് പറയാം ഇറ്റ്സ് ഈസിയർ സെഡ് ദാൻ ഡൺ. എന്ന് വെച്ചാൽ ഇറ്റ്സ് ഈസിയർ സെഡ് എന്ന് വെച്ചാൽ എന്താ? പറയാൻ എളുപ്പമാണ്. ദാൻ ഡൺ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിനേക്കാളും. സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഉപദേശിക്കാൻ വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ടൈം കിട്ടുന്നില്ല,
ജിമ്മിൽ പോകാനായിട്ട്. അപ്പം നിങ്ങളെ ഒരാൾ ഉപദേശിക്കുകയാണ്, ടൈം കണ്ടുപിടിക്കണം, രാവിലെ എണീക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നമ്മൾ രാത്രി 11-11:30 ആകുമ്പോഴായിരിക്കും വീട്ടിലോട്ട് എത്തുന്നത്. പിന്നെ രാവിലെ എണീക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മളോട് അങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറയാം, പറയാൻ എളുപ്പമാണ് എന്ന് നമ്മൾ പറയും അല്ലേ. സോ അതിന് പകരം ദാറ്റ്സ് ഈസിയർ സെഡ് ദാൻ ഡൺ എന്ന് വെച്ചാൽ ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് ഈസിയർ സെഡ് ദാൻ ഡൺ. ഇനി അടുത്ത ഫ്രേസ് നോക്കാം. ഒന്നുകൂടി വ്യക്തമാക്കുമോ. ഇത് പ്രത്യേകിച്ച് നമുക്ക് മീറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ്. മീറ്റിംഗ്, ഓഫീസ് അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ്. ഒന്നുകൂടി വ്യക്തമാക്കുമോ. അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കുമോ എന്ന് പറയാനായിട്ട് കുഡ് യു ബി a little more specific. സ്പെസിഫിക് എന്ന് വെച്ചാൽ എന്താ, വ്യക്തത ഉള്ളത് അല്ലേ. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ വ്യക്തമായത്. സോ കുഡ് യു ബി a little more specific എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ. ഇപ്പോൾ ഒരാളൊരു കാര്യം മീറ്റിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്, അപ്പം നമുക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല. അപ്പം നമ്മൾ പറയണ്ട, ഒരു മിനിറ്റ്, കുഡ് യു ബി മോർ സ്പെസിഫിക്, അല്ലെങ്കിൽ കുഡ് യു ബി എ ലിറ്റിൽ മോർ സ്പെസിഫിക് എന്ന് വെച്ചാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുമോ, നീ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സോ ഈ ഫ്രേസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കുഡ് യു ബി a little more specific. ഇത് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസിലാണ്. നോർമൽ കോൺവെർസേഷനിൽ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സംസാരിക്കുമ്പം നമ്മൾ അങ്ങനെ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാറില്ല. മോസ്റ്റ് കോമൺലി നമ്മൾ ഓഫീസസിലും ഫോർമലായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുക. ഇനി അടുത്ത്, ഇത് വളരെ എളുപ്പമാണ്. ഇതിന് പകരം നമുക്ക് എന്ത് പറയും, ഇത് ഭയങ്കര ഈസി ആണെന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഇത് ഭയങ്കര ഈസിയാണ്, ഇത് ഭയങ്കര എളുപ്പമാണ്. ഇതിന് പകരം നമുക്ക് എന്താ പറയാൻ പറ്റാം, നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. ഇത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും, കാരണം ഞാൻ തന്നെ ഇത് 2-3 തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇറ്റ്സ് ഈസി എന്ന് എപ്പോഴും പറയുന്നതിനേക്കാളും ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയാം. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ ഒരു വളരെ സിമ്പിളാണ്, വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത്ര വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. അല്ലെങ്കിൽ നോ ബിഗ് ഡീൽ. ഇത് കുറച്ചുകൂടി കാഷ്വൽ ആണ്. നോ ബിഗ് ഡീൽ നമ്മൾ പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണെന്നുള്ള അർത്ഥത്തിൽ നോ ബിഗ് ഡീൽ. ഇത് ഈ നോ ബിഗ് ഡീൽ എന്നുള്ള ഫ്രേസ് നമ്മൾ കൂടുതലായിട്ടും കാഷ്വൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കോൺവെർസേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഇറ്റ് വാസ് ഈസി എന്ന് പറയുന്നതിന് പകരം നോ ബിഗ് ഡീൽ എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നും അല്ലായിരുന്നു, കുഴപ്പമില്ല, ഞാൻ നല്ലപോലെ എളുപ്പമായിരുന്നു. സോ അങ്ങനെ നമുക്കൊരു കാര്യം എളുപ്പമായിരുന്നു എന്ന് പറയാൻ 2 ഫ്രേസസ് യൂസ് ചെയ്യാം. എന്തൊക്കെയാണ് ആ ഫ്രേസസ്? ഒന്ന്, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്, അല്ലെങ്കിൽ നോ ബിഗ് ഡീൽ. ഇനി അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് തിരക്കിലാണ്. ഇതെങ്ങനെ പറയും? ഞാൻ കുറച്ച് തിരക്കിലാണ്. സോ ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന്, ഇറ്റ്സ് ബീൻ എ ഹെക്റ്റിക് ഡേ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ തിരക്കിലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് ഇറ്റ്സ് ബീൻ എ ഹെക്റ്റിക് ഡേ എന്ന് പറയാം. ഹെക്റ്റിക് എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര തിരക്കുള്ള, ഭയങ്കര റഷ് ആയിട്ടുണ്ടായിരുന്ന അങ്ങനത്തെ അർത്ഥമാണ് വരുന്നത്. സോ ഇറ്റ്സ് ബീൻ എ ഹെക്റ്റിക് ഡേ എന്ന് പറയാം. ഓക്കെ, ഹെക്റ്റിക് എന്നാണ്. സോ ഇറ്റ്സ് ബീൻ എ ഹെക്റ്റിക് ഡേ. അതല്ലാന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. അതായത് ഇപ്പോഴും നമ്മൾ തിരക്കിലാണ്, പൊതുവെ നമ്മൾ തിരക്കിലാണെന്ന് പറയാനായിട്ട്. അതായത് ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്, നമ്മൾ ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ 2-3 തവണ വിളിച്ചിട്ടുണ്ടായിരിക്കും, 2-3 ദിവസങ്ങളായിട്ട് വിളിക്കുമായിരിക്കും. അപ്പം നമ്മൾ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് അവർ പറയും, എത്ര നാളായിട്ട് നിന്നെ വിളിക്കുമോ, നീ എന്താ ഫോൺ എടുക്കാത്തേ, നീ എന്താ കാണാൻ വരാത്തേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പം നമ്മൾ പറയാം, എനിക്ക് കുറേ പരിപാടികളുണ്ട്, കുറേ പണിയുണ്ട്. അങ്ങനെ പറയുന്നതിന് പകരം ഐ ഹാവ് ഗോട്ട് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ് എന്ന് പറയാം. ഐ ഹാവ് ഗോട്ട് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. ഈ ഐ ഹാവിനെയാണ് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഐവ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ഐ ഹാവ് ഗോട്ട് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഉണ്ട്, കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, കുറച്ച് തിരക്കില്ല, കുറച്ച് പരിപാടികളുണ്ട്, കുറേയേറെ പരിപാടികളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഐ ഹാവ് ഗോട്ട് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര തിരക്കിലായിരുന്നു എന്ന് പറയാനായിട്ട് ഇറ്റ്സ് ബീൻ എ ഹെക്റ്റിക് ഡേ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ എന്നാ ഇറങ്ങട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അതായത് നമ്മൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ പോകുന്നു, എന്നിട്ട് നമ്മൾ കുറേ നേരം സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ കഴിയുന്നു, എന്നിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയത്തില്ല, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിയാലോടാ, എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അതിന് പകരം കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്, നമ്മളെല്ലാവരും പറയുന്ന, ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ അതിന് പകരമായിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ഐ ബെറ്റർ ഗെറ്റ് ഗോയിങ് എന്ന് പറയാം. ഐ ബെറ്റർ ഗെറ്റ് ഗോയിങ്.
ഓക്കെ. എന്ന് വെച്ചാൽ എന്താ, ഞാൻ പോകുന്നതായിരിക്കും നല്ലത്, ഇപ്പോൾ പോകുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ നമുക്ക് തിരക്കുണ്ടായിരിക്കാം, ഇപ്പോൾ പോയാൽ ഓൾറെഡി ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരിക്കാം, ഇപ്പോഴെങ്കിലും പോയാലേ വീട്ടിൽ പ്രോപ്പറായിട്ട് എത്തുള്ളൂ, അങ്ങനെ കുറേ റീസൺസ് ഉണ്ടായിരിക്കാം. അപ്പം ഞാൻ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയാനായിട്ട് I'd better get going എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി അടുത്തത്, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അതായത് എന്തെങ്കിലും കാര്യത്തിന് ഇതുവരെ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന് പറയാനായിട്ട് ഒന്നെങ്കിൽ ഐ ഹാവൻ ഡിസൈഡഡ് എനിത്തിങ് യെറ്റ് എന്ന് പറയാം. ഇതുവരെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല, ഐ ഹാവൻ ഡിസൈഡഡ്. ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ഐ ഹാവൻ ഡിസൈഡഡ് എനിത്തിങ് യെറ്റ്. അപ്പം ഫോർ എക്സാമ്പിൾ എന്താ, ഹാവ് യു ഡിസൈഡഡ് വാട്ട് ടു ഈറ്റ് ഫോർ ലഞ്ച് എന്ന് വെച്ചാൽ നീ എന്താ ലഞ്ചിന് കഴിക്കുന്നതെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ. അപ്പം ഞാൻ പറയാണ് ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഐ ഹാവൻ ഡിസൈഡഡ് എനിത്തിങ് യെറ്റ്. അതല്ലെങ്കിൽ നീ ട്രിപ്പിൽ പോകുന്നോ, എന്താ തീരുമാനം എടുത്തിട്ടുണ്ടോ. അപ്പം നമ്മൾ പറയാണ് നോ ഐ ഹാവൻ ഡിസൈഡഡ് എനിത്തിങ് യെറ്റ്. ഞാൻ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് എങ്ങനെ പറയും, ഐ ഹാവൻ ഡിസൈഡഡ് എനിത്തിങ് യെറ്റ്. അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, ആരായിരിക്കും ഈ പ്രൊജക്റ്റിൻ്റെ ടീം ലീഡ് എന്ന് തീരുമാനിച്ചോ. അപ്പം നമ്മൾ പറയാണ് ഇല്ല തീരുമാനിച്ചിട്ടില്ല. അപ്പം നമുക്ക് പറയാം ഇറ്റ്സ് അപ്പ് ഫോർ ഗ്രാബ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഇറ്റ്സ് അപ്പ് ഫോർ ഗ്രാബ്സ്. അതായത് ആരെ വേണമെങ്കിലും തീരുമാനിക്കാം എന്നുള്ള അർത്ഥത്തിൽ ഇതുവരെ ഒരു ഡിസിഷനും എടുത്തിട്ടില്ല. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നമുക്ക് ട്രിപ്പ് എവിടേക്കാണ് പോകുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചോ. നമ്മൾ തീരുമാനിച്ചിട്ടില്ല, ഓഫീസ് ട്രിപ്പ് ആയിരിക്കും, നമ്മൾ തീരുമാനിച്ചിട്ടില്ല. സോ അപ്പോൾ നമ്മൾ പറയാണ് നോ ഇറ്റ്സ് അപ്പ് ഫോർ ഗ്രാബ്സ് എന്ന് വെച്ചാൽ ഇതുവരെ ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല, ഡിസിഷൻ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. സോ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറയുമ്പോൾ ഇറ്റ്സ് അപ്പ് ഫോർ ഗ്രാബ്സ് എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത കേസസിൽ ഐ ഹാവൻ ഡിസൈഡഡ് എനിത്തിങ് യെറ്റ് എന്ന് പറയാം. നമ്മുടെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഞാൻ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയാനായിട്ട് ഐ ഹാവൻ ഡിസൈഡഡ് എനിത്തിങ് യെറ്റ് എന്ന് പറയാം. ഇനി ഞാനത് വിട്ടുപോയി, അതായത് നമ്മളൊരു കാര്യം മറന്നുപോയി, വിട്ടുപോയി, അതൊക്കെ എങ്ങനെയാ പറയാ. നമ്മൾ നോർമലി പറയുമ്പോൾ അടാ ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ് എന്ന് പറയാം അല്ലേ, ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്, ഞാൻ അത് മറന്നുപോയി. പക്ഷെ അത് നോർമലി നമ്മൾ പറഞ്ഞ് ശീലമായിപ്പോയതാണ്. നമുക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ട് എങ്ങനെ പറയാം, ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. എങ്ങനെ പറയാം, ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. ഫോർ എക്സാമ്പിൾ, എടാ നീ കുട എടുത്തോ, അയ്യോടാ ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് എന്ന് വെച്ചാൽ ഞാൻ അത് മറന്നുപോയി. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എടാ നീ ഇന്നലെ അവനെ വിളിച്ചോ, ഷോ എടാ ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ് എന്ന് വെച്ചാൽ ഞാൻ അത് മറന്നുപോയി. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറന്നുപോയി, വിട്ടുപോയി എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഐ ഫോർഗോട്ട് എന്ന് പറയുന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രേസാണ് ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. ഞാൻ അത് മറന്നുപോയി, ഇറ്റ് സ്ലിപ്ഡ് മൈ മൈൻഡ്. ഇനി ഞാനത് പറയാൻ വരുമായിരുന്നു, അതായത് നമ്മൾ പറയാറില്ലേ ഒരാളൊരു കാര്യം പറയുമ്പോൾ എടാ ഞാനിപ്പോൾ അത് പറയാൻ വരുമായിരുന്നു എന്ന് പറയത്തില്ലേ. സോ അതിന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാണ് എടാ നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടേ, എടാ ഞാനത് പറയാൻ വരുമായിരുന്നു. അതിന് പകരം എന്താ പറയുക, ഐ വാസ് അബൌട്ട് ടു സേ ദ സെയിം തിങ്. ഐ വാസ് അബൌട്ട് ടു സേ ദ സെയിം തിങ് എന്ന് വെച്ചാൽ പറയാൻ വരുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഐ വാസ് അബൌട്ട് ടു സേ. ഈ അബൌട്ട് ടു എന്നുള്ള ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു, ചെയ്യാൻ വേണ്ടി പോവായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഐ വാസ് അബൌട്ട് ടു സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വരുമായിരുന്നു, എന്ത് തന്നെ ഈ സെയിം കാര്യം തന്നെ പറയാൻ വരുമായിരുന്നു. സോ ഐ വാസ് അബൌട്ട് ടു സേ ദ സെയിം തിങ്, ഈ സെയിം കാര്യം തന്നെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ഇനി അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നമ്മൾ പറയാറില്ലേ എടാ ഇത് കറക്റ്റ് ടൈമിൽ നിനക്ക് തീർക്കാൻ പറ്റുമോ, നാളത്തേക്ക് എനിക്കിത് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ പറയും എടാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് എടാ നിനക്കൂടി ട്രിപ്പിന് ഒന്ന് വരാൻ പറ്റുമോ എൻ്റെ കൂടെ, നീ വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പറയണം എടാ എനിക്ക് വേറെ പരിപാടിയുണ്ട് പക്ഷെ ഞാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ ശ്രമിച്ചു നോക്കാം എന്നെങ്ങനെ നമ്മൾ പറയാം, നമുക്കിങ്ങനെ പറയാം, ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ട്രൈ. ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ട്രൈ. ഞാനതൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഓക്കെ, ലെറ്റ് മീ ഗീവ് ഇറ്റ് എ ട്രൈ. ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, നിനക്ക് ഈ പ്രോജക്റ്റ് കറക്റ്റ് സമയത്തിന് തീർക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ പറയാണ് എനിക്ക് ഉറപ്പില്ല, ലെറ്റ് മീ ഗീവ് ഇറ്റ് എ ട്രൈ എന്ന് വെച്ചാൽ ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എടാ നീ പറഞ്ഞ അവൾ കേൾക്കും, നീ അവളോടൊന്ന് പറയുമോ, എടാ എനിക്ക് അറിയത്തില്ല അത് വർക്ക് ചെയ്യുമെന്ന്, ബട്ട് ലെറ്റ് മീ ഗീവ് ഇറ്റ് എ ട്രൈ, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയാനായിട്ട് ലെറ്റ് മീ ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് നമുക്ക് പറയാം.
ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് കണ്ടോ ഞാൻ ലെറ്റ് മീ എന്നല്ല ലെറ്റ് മീ എന്ന് ഒരുമിച്ചാണ് പറയുന്നത്. അപ്പം ഈ ലെറ്റ് മീ എന്നുള്ളത് ഒരുമിച്ച് പറയാം, സ്പേസ് വിടണ്ട. എഴുതുമ്പോൾ നമ്മൾ സ്പേസ് വിടണം, പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ലെറ്റ് മീ എന്നുള്ളതിന് സ്പേസ് വിട്ട് സംസാരിക്കേണ്ട. ലെറ്റ് മീ ഗീവ് ഇറ്റ് എ ട്രൈ എന്ന് ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടുത്തത് അത് വരുമ്പോൾ നമുക്ക് നോക്കാം, അത് നടക്കും, അത് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ, നടക്കുമ്പോൾ നോക്കാം, അത് അപ്പം നോക്കാം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എടാ നമ്മൾ ഇന്ന് ലീവ് എടുത്താൽ ശരിയാവുമോ, നമ്മളെ വഴക്ക് പറയത്തില്ലേ ടീം ലീഡർ, അത് നമുക്ക് അപ്പം നോക്കാം എന്ന് നമ്മൾ പറയില്ലേ. എടാ ഇന്ന് ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ശരിയാവുമോ, ഇന്ന് പരീക്ഷയല്ലേ, എടാ നമുക്ക് അപ്പം നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ അപ്പം നോക്കാം, അപ്പം നോക്കാം, അപ്പം കാണാം എന്നൊക്കെ പറയത്തില്ലേ. അതിന് പകരം നമ്മൾ പറയുന്നതാണ് വിൽ ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ വി കം ടു ഇറ്റ്. എന്ന് വെച്ചാൽ എപ്പോഴാണോ ആ സംഭവം നടക്കുന്നത്, അപ്പം അത് എപ്പോഴാണോ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവുന്നത്, നമുക്ക് അപ്പം അത് സോൾവ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ലീവ് എടുക്കുകയാണെന്ന് ടീം ലീഡ് എന്തായാലും വഴക്ക് പറയും ഒരുമിച്ച് ലീവ് എടുക്കുമ്പോൾ. അപ്പം നമ്മൾ പറയാണ് എടാ ഇത് പ്രശ്നമാവില്ല എന്ന് പറയുമ്പോൾ, അത് ആ സമയത്ത് വഴക്ക് പറയുമ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, വിൽ ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ വി കം ടു ഇറ്റ്. നമ്മൾ ആ സമയത്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം, അവിടെ എത്തി പ്രശ്നമാവുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ. സോ വിൽ ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ വി കം ടു ഇറ്റ്, അല്ലെങ്കിൽ ഐ ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ ഐ കം ടു ഇറ്റ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഫ്രേസ് വരുന്നത്. വിൽ ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ വി കം ടു ഇറ്റ്. ഇവിടെ വീൽ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, എന്താണെന്ന് വെച്ചാൽ വി വിൽ എന്നുള്ളത് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് വീൽ എന്ന് എഴുതിയിരിക്കുകയാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പൊതുവെ ഓരോ വാക്കും എടുത്തെടുത്ത് സംസാരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അത് ഭയങ്കരമായിട്ട് നമ്മൾ നോക്കി വായിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ചെയ്യാതെ ഒരുമിച്ച് ഒരു ഒഴുക്കോട് കൂടി പറയുന്നതാണ് എപ്പോഴും കേൾക്കാനായിട്ട് രസം. സോ വിൽ ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ വി കം ടു ഇറ്റ്. ഇനി അടുത്തത് ഞാനത് നോക്കാം. ഇത് കൂടുതലായിട്ടും നമ്മളോട് ഇപ്പോൾ ആളൊരു സംശയം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസേൺ പറയാണ്, അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാനത് നോക്കാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മളോട് പറയാണ് നമ്മുടെ ഒരു സുഹൃത്ത്, എടാ എനിക്കൊരു പുതിയ ഫോൺ വാങ്ങണം, എനിക്കൊരു 15 രൂപയാണ് ബഡ്ജറ്റ്, ഇപ്പോൾ ഏത് ഫോണാണ് വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ പറയാം എടാ ഞാനൊന്ന് നോക്കട്ടെ. അതിന് പകരം നമുക്ക് പറയാം ഐ ലുക്ക് ഇൻ ടു ഇറ്റ്, എന്ന് വെച്ചാൽ ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പം നമ്മുടെ ടീം ലീഡറിനോട് പറയാണ്, സാർ കുറേ നാളായി ജോയിൻ ചെയ്തിട്ട് ഇതുവരെ സാലറി ഹൈക്കൊന്നും വന്നിട്ടില്ല, അപ്പോൾ എന്താ എങ്ങനെയാണ്. അപ്പം ടീം ലീഡ് പറയാണ് ഓക്കെ ഐ ലുക്ക് ഇൻ ടു ഇറ്റ്, എന്ന് വെച്ചാൽ ഞാനത് നോക്കാം. അപ്പം എന്തെങ്കിലും ഒരു കാര്യം നോക്കാം, അത് അന്വേഷിക്കാം, അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്താം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാം, മറ്റൊരാളോട് ചോദിച്ച് ഞാൻ അറിയിക്കാം എന്നുള്ള അർത്ഥത്തിൽ ഐ ലുക്ക് ഇൻ ടു ഇറ്റ് എന്നാണ് നമ്മൾ പറയുക. ഐ ലുക്ക് ഇൻ ടു ഇറ്റ്, ഞാനത് നോക്കാം. ഇനി അടുത്ത ഫ്രേസ് തൽക്കാലത്തേക്ക്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമാണ്. തൽക്കാലത്തേക്ക് ഞാൻ വീട്ടിൽ പോവാം, തൽക്കാലത്തേക്ക് ഞാനിത് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. കുറച്ച് സമയത്തേക്ക്, തൽക്കാലത്തേക്ക് ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം, നീ പൊക്കോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ അങ്ങനെ തൽക്കാലത്തേക്ക് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഫോർ ദ ടൈം ബീയിങ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ഫ്രണ്ടിന് തീരെ വയ്യ, അവൾക്ക് ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകണം, അപ്പം നമ്മൾ പറയാണ് എടി നീ പൊക്കോ, ഫോർ ദ ടൈം ബീയിങ് ഞാനിത് ചെയ്യാം എന്ന് വെച്ചാൽ എന്താ അർത്ഥം, തൽക്കാലത്തേക്ക് ഞാനിത് ചെയ്യാം. സോ തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഫോർ ദ ടൈം ബീയിങ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരാൾക്കൊരു കുറച്ച് പൈസ കടം ചോദിച്ചു, അപ്പം കടം കൊടുത്തു. അപ്പം നമ്മളാണെങ്കിൽ നമുക്കത് അവർ കുറച്ച് പൈസ തിരിച്ചു തന്നു. അപ്പം അവർ പറയാണ് എടാ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പറയാം ഫോർ ദ ടൈം ബീയിങ് ഇത്രയും മതി, തൽക്കാലത്തേക്ക് ഇത്രയും മതി, പക്ഷെ ബാക്കി നീ പെട്ടെന്ന് തന്നെ തിരിച്ചു തരണം. സോ ഫോർ ദ ടൈം ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താ, തൽക്കാലത്തേക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാം, ഫോർ ദ ടൈം ബീയിങ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാം, അങ്ങനെ പറയാം. സോ തൽക്കാലത്തേക്ക് എന്ന് പറയുന്നതിന് പകരം എന്താ യൂസ് ചെയ്യുക, ഫോർ ദ ടൈം ബീയിങ് എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത ഫ്രേസാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനത് ശരിയാക്കുകയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു വർക്ക് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ട് നമ്മളത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എടാ ഈ ഇടയായിട്ട് നിനക്ക് ഭയങ്കര ദേഷ്യമാണ്, നീ ദേഷ്യം കുറയ്ക്കണം, എടാ ഞാനത് ശരിയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ശരിയാക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറയുന്നില്ലേ, അതിന് പകരം ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എടാ കുറച്ച് നാളായിട്ട് നിനക്ക് ദേഷ്യമാണ്, നീ അതൊന്ന് ശരിയാക്കണം, അതേടാ നീ പറഞ്ഞ ശരിയാണ്, ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എടാ നമുക്ക് ഈ പ്രൊജക്റ്റ് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യണം, നീ ഇത് ശരിയാക്കിയോ, നീ ഇത് ഓക്കെ ആക്കിയോ, എടാ ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് എന്ന് വെച്ചാൽ
ഞാനത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാനത് ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസാണ്. അതിപ്പോൾ നമ്മുടെ സ്വഭാവമാകാം, ഏതെങ്കിലും മെഷീനാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാകാം, അത് സോൾവ് ചെയ്യുമായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആകാം, ഒരു വർക്ക് ആകാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് എന്ന് പറയാവുന്നതാണ്. ഇനി അടുത്ത ഫ്രേസ്, എല്ലാം ഭംഗിയായി നടന്നു. എന്തെങ്കിലും ഒരു കാര്യം ഭംഗിയായിട്ട് പ്രോപ്പറായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത്? ഫോർ എക്സാമ്പിൾ, എടാ നീ വിനോദിൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? നമ്മൾ പറയണം എല്ലാം ഭംഗിയായിട്ട് നടന്നു. അപ്പം നമ്മൾ എങ്ങനെ പറയാം? എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി എന്ന് വെച്ചാൽ എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. എടാ എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ എക്സാം? കുഴപ്പമില്ലായിരുന്നടാ, എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി, എല്ലാം ഭംഗിയായിട്ട് നടന്നു. എടാ നീ ട്രിപ്പ് പോയിട്ടില്ലായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ട്രിപ്പ്? എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി എന്ന് വെച്ചാൽ ട്രിപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഒരു കാര്യം ഭംഗിയായിട്ട് തീർത്തു, ഭംഗിയായിട്ട് സംഭവിച്ചു കഴിഞ്ഞു, ഭംഗിയായിട്ട് ചെയ്തു തീർത്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എവ്രിതിങ് വെൻറ്റ് സ്മൂത്ത്ലി എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. ഞാൻ എൻ്റെ തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഒന്നിനും അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, എടാ എനിക്ക് തോന്നുന്നത് നീ ഈ ജോലിക്ക് പോകുന്നതായിരിക്കും നല്ലത്, മറ്റേ ജോലി അത്ര പോരാ എന്ന് നമ്മുടെ ഫ്രണ്ടിനോട് ഒരു അഭിപ്രായം പറയണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് അഭിപ്രായം പറയാണ്. നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു നമ്മൾ ഈ ജോലിക്കാണ് പോകുന്നതെന്ന്, ഇനിയിപ്പോൾ അവൻ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. അപ്പം നമ്മൾ അവനോട് എന്താ പറയുക? എടാ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, നീ വെറുതെ ഉപദേശിക്കാൻ നിൽക്കേണ്ട. അപ്പം അതിന് പകരം ഐവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ്, നീ വെറുതെ ഉപദേശിക്കാൻ നിൽക്കേണ്ട എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു, നീ ഇനി വെറുതെ ഉപദേശിച്ച് സമയം കളയണ്ട എന്നുള്ള അർത്ഥത്തിൽ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എടാ ഈ രാത്രി ഇനിയിപ്പോൾ നീ പുറത്ത് പോകണ്ട, നമുക്ക് നാളെ രാവിലെ പോവാം എന്ന് പറയാണ്. അപ്പം നമ്മൾ പറയണം നോ ഐവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ്, ഞാൻ എന്തായാലും ഇപ്പം തന്നെ പോവാണ്. സോ ഒരു കാര്യം നമ്മൾ ഓൾറെഡി തീരുമാനമെടുത്തു, അത് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസാണ് ഐവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ് എന്നുള്ളത്. ഇനി അടുത്ത ഫ്രേസ്, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. എസ്പെഷ്യലി നമുക്കിപ്പോൾ ആലോചിക്കാൻ ഒരു ദിവസം വേണം, ഒരു ദിവസം നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം വേണം, അല്ലെങ്കിൽ കുറച്ചേറെ സമയം വേണം ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കാൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി, അപ്പം നമ്മുടെ ഉദ്ദേശിച്ച സാലറി അവരോട് പറഞ്ഞു. അവർ നമ്മൾ ഉദ്ദേശിച്ച സാലറി അല്ല, അതിനെക്കാട്ടും കുറച്ചാണ് പറയുന്നത്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ തീരുമാനം എന്താണ്. അപ്പം നമ്മൾ പറയില്ലേ എനിക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം, ഞാൻ ആലോചിച്ചിട്ട് പറയാം. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ പറയുക? നമുക്ക് കുറച്ച് സമയം വേണം, ചിലപ്പോൾ ഒരു ദിവസമാകാം, 2 ദിവസമാകാം, ആലോചിച്ചിട്ട് പറയാൻ സമയം വേണം. അപ്പം നമ്മൾ പറയുന്നത് ലെറ്റ് മീ സ്ലീപ്പ് ഓൺ ഇറ്റ് എന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ സ്ലീപ്പ് ഓൺ ഇറ്റ് എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ എന്നാണ് അർത്ഥം വരുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എടാ നമുക്കാണെങ്കിൽ അടുത്ത ആഴ്ച വാഗമണ്ണ് പോയാലോ, നല്ല ക്ലൈമറ്റാണ്. അപ്പം നമുക്കാണെങ്കിൽ ഉറപ്പില്ല പോകണോ വേണ്ടയോ, വെറുതെ ഒരു ലീവ് എടുക്കണോ, ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറി കട്ടല്ലേ, വെറുതെ ഒരു ലീവ് എടുത്ത് കളയണോ. അപ്പം നമ്മൾ പറയാം എടാ ലെറ്റ് മീ സ്ലീപ്പ് ഓൺ ഇറ്റ്, ഞാൻ പറയാം, ഞാനൊന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം ആലോചിക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ സ്ലീപ്പ് ഓൺ ഇറ്റ് എന്നുള്ള ഫ്രേസാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്ക് സമാധാനമായി. ഇത് നമ്മൾ എങ്ങനെയാണ് പറയുക? എനിക്ക് സമാധാനമായി. നമ്മൾ എന്ത് വേർഡായിരിക്കും യൂസ് ചെയ്യുന്നത് സമാധാനത്തിന്? നമുക്ക് പീസ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, PEACE. അപ്പം അത് യൂസ് ചെയ്താൽ മതിയോ? പോരാ. സോ നമ്മൾ ഒരു കാര്യത്തിന് സമാധാനമായി എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ആം റിലീവ്ഡ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഐ ആം റിലീവ്ഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എടാ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി, എനിക്ക് സമാധാനമായി എന്ന് പറയുന്നതിന് പകരം ഐ ആം റിലീവ്ഡ്, ഇപ്പോഴാണ് ഞാൻ ശ്വാസം നേരെ വിട്ടത്, ഐ ആം റിലീവ്ഡ്. എടാ എന്താ നമ്മളിപ്പം വേറെ എക്സാമ്പിൾ പറയാണ്, എടാ എനിക്ക് സാലറി ഹൈക്ക് കിട്ടി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. സോ എടാ എനിക്ക് സാലറി ഹൈക്ക് കിട്ടി, ഐ ആം റിലീവ്ഡ്, കുറേ പ്രശ്നങ്ങൾ ഇനി മാറും. സോ എനിക്ക് സമാധാനമായി, ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്, ഇപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത്. അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഐ ആം റിലീവ്ഡ് എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഐ ആം റിലീവ്ഡ്. ഇനി അടുത്ത ഫ്രേസ് നോക്കാം, എനിക്കതിനോട് താല്പര്യമില്ല. ഇപ്പം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയും എടാ എനിക്കതിനോട് താല്പര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ നിങ്ങളെ ബഞ്ചി ജമ്പിങ്ങിന് വിളിക്കുക. ബഞ്ചി ജമ്പിങ് എന്താണെന്ന് അറിയത്തില്ലേ? നമ്മുടെ കാലിലൊക്കെ കയറ് കെട്ടിയിട്ടിട്ട് നമ്മൾ വലിയൊരു ബ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരൊറ്റ ചാട്ടമാണ്. അപ്പോൾ അതിന് നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല പേടിയാണ്, നിങ്ങൾക്ക് പറ്റിയ പരിപാടി അല്ല ഇതെങ്കിൽ. ഇപ്പം എനിക്ക് പറ്റിയ പരിപാടി അല്ലത്. അപ്പം ഞാൻ എന്താ പറയുക? എടാ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പറ്റിയ പരിപാടിയല്ല. അതിന് പകരം എടാ ഞാൻ വരുന്നില്ല, ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ല, ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും
നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ള ഇഡിയം. ഇത് ഈ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പറ്റിയ കാര്യമല്ല, നമ്മുടെ പരിപാടിയല്ല, നമുക്ക് ചേരുന്ന പരിപാടിയല്ല എന്നൊക്കെ പറയാനായിട്ട് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, ഒബ്സഷൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇന്ന് ഉച്ചയ്ക്ക് അത് കാണാൻ പോകുന്നുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയുന്നത്, എടാ എനിക്ക് ഈ ഹൊറർ സിനിമയൊന്നും പറ്റത്തില്ല, ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് വെച്ചാൽ ഇതെനിക്ക് പറ്റിയ പരിപാടിയല്ല. സോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് താല്പര്യമില്ല, ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് പറയാനായിട്ട് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, അതെൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഒരു കാര്യം എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി, നമ്മൾ അങ്ങനെ മലയാളത്തിൽ പറയാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിറ്റുവേഷൻ ഞാൻ പറയാം. നമ്മൾ ഇങ്ങനെ ലുലു മോളിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം ഒരു സ്നീക്കർ കണ്ടു, ഒരു പെയർ ഓഫ് സ്നീക്കർ കണ്ടു. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പം ദാറ്റ് കോട്ട് മൈ അറ്റൻഷൻ. അവിടെ ഞാൻ അത് പെട്ടെന്ന് ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ അത് പിടിച്ചു പറ്റി എന്ന് പറയാനായിട്ട് ദാറ്റ് കോട്ട് മൈ അറ്റൻഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ എന്തോ ഇഴങ്ങി പോകുന്നുള്ള നമുക്ക് തോന്നി, അത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ പിടിച്ചു പറ്റി. അപ്പം ഇറ്റ് കോട്ട് മൈ അറ്റൻഷൻ എന്ന് പറയാം. സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു എന്ന് പറയാനായിട്ട് ഇറ്റ് കോട്ട് മൈ അറ്റൻഷൻ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അടുപ്പിച്ച് 2-3 ദിവസമായിട്ട് നമ്മുടെ കൊളീഗ് ഒരാൾ ലീവിലാണ്. അപ്പം നമ്മൾ പറയാം, എടാ അവൻ കുറേ നാളായിട്ട് ലീവിലാണല്ലോ, ഇറ്റ് കോട്ട് മൈ അറ്റൻഷൻ, ഞാൻ അതൊന്ന് ശ്രദ്ധിച്ചായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര നമ്മുടെ 2 നല്ല ഫ്രണ്ട്സ്, ഭയങ്കര ഫ്രണ്ട്സാണ് അവർ, പക്ഷെ അവർ 2-3 ദിവസമായിട്ട് മിണ്ടുന്നില്ല. അപ്പം നമ്മൾ പറയാം, എടാ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അവർ മിണ്ടുന്നില്ല, ഇറ്റ് കോട്ട് മൈ അറ്റൻഷൻ, ഞാനത് ശ്രദ്ധിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിനായിട്ട് കോട്ട് മൈ അറ്റൻഷൻ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന് നമ്മൾ നോർമലി എന്താ പറയാം, ഐ എം നോട്ട് ബീങ് ഏബിൾ ടു ടേക്ക് എ ഡിസിഷൻ, അല്ലെങ്കിൽ ഐ കാൺട്ട് ടേക്ക് എ ഡിസിഷൻ എന്ന് പറയും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയത്തില്ലേ, അതായത് നമുക്ക് അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല, നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അതിന് പകരം കുറച്ചൊരു ബെറ്റർ ആയിട്ട് ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ് എന്ന് പറയാം. ഫെൻസ് എന്ന് പറഞ്ഞാൽ മതിൽ, എക്സാക്ട്ലി മതിലല്ല, പക്ഷെ എന്നാലും 2 അതിർത്തികൾ തമ്മിലുള്ള ഒരു മതിലിനെ നമ്മൾ ഫെൻസ് എന്നാണ് നോർമലി പറയാം. 2 അതിർത്തികൾ തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ഒരു മതിലിനെ ഫെൻസ് എന്നാണ് പറയാം. സോ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ മതിലിലാണ് അല്ലേ. സോ അതുകൊണ്ടാണ് ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എടാ നീ ട്രിപ്പിന് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളിപ്പോൾ ചോദിക്കുകയാണ് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത്. അപ്പം പറയാം, എടാ ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ്, ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല, അതായത് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ, എടാ നീ ശ്യാമിൻ്റെ കല്യാണത്തിന് വരുന്നുണ്ടോ, ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ്, എനിക്കറിയത്തില്ല, ഞാനൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല വരണോ വേണ്ടയോ എന്നുള്ളത്. സോ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രേസാണ് ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഇറ്റ് എന്നുള്ളത്. ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ഉടനീളം ഇംഗ്ലീഷിലല്ല സംസാരിച്ചത്, പകരം മലയാളത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും അതുപോലെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ആക്ച്വലി. ഇനി അടുത്ത ഫ്രേസ് നോക്കാം, 2 കൂടിയേ ഉള്ളൂ. ഒന്ന്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഐ എം ആംഗ്രി, ഐ എം ഗെറ്റിംഗ് ആംഗ്രി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ് എന്ന് പറയാം. അതായത് എനിക്ക് തരിച്ച് വരുന്നുണ്ട്, എൻ്റെ പെരുവിരലിൽ നിന്ന് തരിച്ച് കയറുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് പകരം ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, ഫ്രണ്ടല്ല നമുക്ക് അറിയാവുന്ന ഒരാൾ, ഭയങ്കരമായിട്ട് നമുക്ക് തീരെ പറ്റത്തില്ല അവരെ. അപ്പോൾ നമ്മൾ പറയും, എനിക്ക് ഇവൻ്റെ വർത്താനം കേട്ടിട്ട് ഹീസ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ് എന്ന് വെച്ചാൽ എനിക്ക് തരിച്ച് വരുന്നുണ്ട്, എനിക്ക് പെരുവിരലിൽ നിന്ന് കയറി വരുന്നുണ്ട്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസാണ് ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്, അല്ലെങ്കിൽ ഹീ ഈസ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്, ദേ ആർ ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. ആരെ പറ്റിയിട്ടാണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, ദേഷ്യം വരുന്നുണ്ട്, എക്സ്ട്രീം ദേഷ്യം, ഇറിറ്റേറ്റഡ് ആവുകയാണ്, അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഇറ്റ്സ് ഗെറ്റിംഗ് ഓൺ മൈ നെർവ്സ്. ഇനി അടുത്തത്, അത് നീ കാര്യമാക്കണ്ട, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട എന്നെങ്ങനെ ഒരാളുടെ അടുത്ത് പറഞ്ഞേ. ഫോർ എക്സാമ്പിൾ, എടാ എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണം, അതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട എന്നിപ്പോൾ പറയാണ്. അതെങ്ങനെ പറയാം, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്, നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. എടാ എനിക്ക് ഈ പ്രോജക്റ്റ് ഇന്ന് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അപ്പോൾ നമ്മൾ പറയണം, നീ ടെൻഷൻ അടിക്കണ്ട, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. അതല്ല, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എടാ എനിക്ക് സിനിമയ്ക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ട്, അപ്പം ഞാൻ ഓഫീസിൽ നിൽക്കാൻ പോവാണ്, അത് സാരമില്ല, ഞാൻ എങ്ങനെയും ഡീൽ ചെയ്തോളാം, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. അപ്പം നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട, നീ അത് കാര്യമാക്കണ്ട, അത് വലിയ സീനൊന്നുമില്ല എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് എന്നുള്ള ഫ്രേസാണ് യൂസ് ചെയ്യുന്നത്.
സോ നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 25 ഫ്രേസസ് പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച ഫ്രേസസ് ഇതെല്ലാം കൂടി കാണാപ്പാഠം പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കോ ഇല്ല. അപ്പം അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു 2-3 ഫ്രേസ് നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കുക. ഒരു ദിവസം 2-3 ഫ്രേസ്. ഞാൻ ഒരിക്കലും എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കണം എന്നൊന്നും പറയില്ല. I don't trust in that process. I don't believe that anyone could learn all these by heart and start using it the next day. അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല. വാട്ട് യു കുഡ് ഡു ഇസ് ഒരു 3 അല്ലെങ്കിൽ 2 ഫ്രേസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ആ ദിവസം എന്തായാലും ഉപയോഗിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 5 തവണയെങ്കിലും യൂസ് ചെയ്യുക. ആളുകളോട് സംസാരിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ യൂസ് ചെയ്യുക. അങ്ങനെ 3 ഫ്രേസ് 2 ദിവസം കൂടുമ്പോഴോ ഒരു നമ്മളിപ്പോൾ 3 ഫ്രേസ് അല്ലെങ്കിൽ 2 ഫ്രേസ് എടുക്കുകയാണെങ്കിൽ അത് ആദ്യത്തെ 2 ദിവസം അത് തന്നെ പോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം വീണ്ടും 2-3 ഫ്രേസ് തിരഞ്ഞെടുക്കുക. വീണ്ടും 2 ദിവസം അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2-3 ഫ്രേസ് അങ്ങനെ തിരഞ്ഞെടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടും എനിക്ക് തോന്നുന്നു. ദിസ് ഇസ് സംതിങ് ദറ്റ് ഐവ് ട്രൈഡ് ഔട്ട് വിത്ത് മൈ സ്റ്റുഡൻസ് ആൻഡ് ദേവ് ഗോട്ട് റിസൾട്ട്സ്. അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ടെക്നിക്കാണ്. യു ഗൈസ് ഓൾസോ ട്രൈ ദ സെയിം ആൻഡ് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഡെഫിനറ്റ്ലി കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് ആണ്. നിങ്ങളിത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, പക്ഷേ എങ്കിലും യു വാണ്ട് ടു സൗണ്ട് എ ബിറ്റ് അഡ്വാൻസ്ഡ്, കുറച്ച് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാമെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ these kind of phrases can definitely help you, especially when it comes to office or your workplace. ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ആണ്. ഡു ട്രൈ ദം ഔട്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ചാനലിലുള്ള മറ്റുള്ള വീഡിയോസും ഉറപ്പായിട്ടും യൂസ്ഫുൾ ആണെന്ന് തോന്നും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ പ്ലസന്റ് ഡേ. English Mitra. Stop worrying, start learning.